നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിറവിയെടുക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ 23-ന്. മറ്റൊന്നുമല്ല, അത് മഹാനടൻ തമിഴ്നാട്ടുകാരുടെ ഇളയ ദളപതി എന്ന് വിളിക്കുന്ന വിജയുടെ തമിഴ് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയമാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. കാരണം DMKയുടെ ഘടകകക്ഷിയായിട്ടാണ് കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത്. കാരണം കാമരാജിനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്ന കോൺഗ്രസ്സിന് പിന്നെ അവിടെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ക്രമേണ ശക്തി ക്ഷയിക്കുകയും ഇപ്പോൾ DMKയുടെ ഘടകകക്ഷിയായി അവിടെ നിൽക്കേണ്ട ഗതികേടുമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ബന്ധം കുറച്ച് ദൃഢമാണെങ്കിലും ദ്രാവിഡ മുന്നണിയിൽ പണ്ട് ADMKയുമായിട്ടായിരുന്നു കോൺഗ്രസിന് സഖ്യം. പിന്നെ അത് ഉപേക്ഷിച്ച് DMKയുമായിട്ട് ചേരുകയായിരുന്നു. പക്ഷേ DMKയുടെ ഈ അടുത്ത കാലത്തെ സമീപനങ്ങൾ ചിലപ്പോഴൊക്കെ അത് മോഡിയുമായി സാമ്യപ്പെടുന്ന രീതിയിലാണോ BJPയുമായി സഖ്യത്തിന് ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തിൽ ആണ് തമിഴ് വെട്രി കഴകത്തിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഉദയമുണ്ടാകുന്നത്. ചർച്ചകൾ അങ്ങനെയല്ല. ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് വിജയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യമൊക്കെ വളരെ മഹത്തരമാണ്. അത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതുമാണ്. വിജയ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെപ്പറ്റി ആദ്യം ചിന്തിച്ചപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടു എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയോട് ചേർന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരുവാനും കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. കാരണം അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമാണുള്ളത്. തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വിജയുടെ രീതിയും പ്രവർത്തനങ്ങളുമൊക്കെ. ഒരുപക്ഷെ കമൽഹാസൻ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയതുപോലെയല്ല വിജയ് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ. കമൽഹാസൻ എന്ന് പറയുമ്പോൾ ഒരു മഹാനടനാണെങ്കിലും ഒരു യൂണിവേഴ്സ് നടനാണെങ്കിലും സാധാരണക്കാരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ വളരെ കുറവാണ്. വിജയ് അങ്ങനെയല്ല. തമിഴ്നാടിൻ്റെ ഏത് തിരുവൂരങ്ങളിലും ഏത് സമയത്തും ഒരു സാധാരണക്കാരനെ പോലെ മേക്കപ്പൊന്നുമില്ലാതെ കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയാണ് വിജയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോൾ അദ്ദേഹം ആദ്യമായി കോൺഗ്രസ് ചേരുവാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെയും രാഹുൽ ഗാന്ധിയുമൊക്കെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് തൽക്കാലം ഒരു സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുവാനാണ് വിജയോട് പറഞ്ഞത്രേ. ആ നിർദ്ദേശം വിജയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിജയ് തമിഴ് വെട്രി മന്ത്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ദീർഘവീക്ഷണമായിരിക്കാം അത്. കാരണം DMKയുമായി ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയില്ല. കാരണം BJP DMKയ്ക്ക് ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചാക്കിട്ട് പിടുത്തത്തിൽ DMK വീണാൽ DMKയ്ക്ക് പകരം അവിടെ തമിഴ് വെട്രി മന്ത്രം എന്നൊരു രാഷ്ട്രീയ ഘടകം ഉണ്ടാവുകയും കോൺഗ്രസ് അതിനുമായി ചേർന്ന് നിൽക്കുവാൻ കഴിയുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തമിഴ് വെട്രി മന്ത്രം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ്സിൽ ലയിക്കുവാൻ ഉള്ള സാധ്യതയും കൂടുതലാണ്. കാരണം വിജയ്ക്ക് കോൺഗ്രസിൻ്റെ ബ്ലഡാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിജയുടെ പിതാവ് ഒരു കോൺഗ്രസിൻ്റെ നേതാവും കൂടിയായിരുന്നു. അപ്പോൾ ആ തമിഴ് വെട്രി മന്ത്രം ഇപ്പോൾ, കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ വിജയുടെ ഡയറക്റ്റായിട്ടുള്ള കോൺഗ്രസ് പ്രവേശനത്തേക്കാൾ കുറച്ചുകാലം തമിഴ് വെട്രി മന്ത്രം എന്ന തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടുള്ള പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം, ആ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ വേരൂന്നിരുന്ന ശേഷം ഒരുപക്ഷെ അത് ഡയറക്റ്റായിട്ട് കോൺഗ്രസ് ലയിക്കുവാനായിരിക്കും സാധ്യത എന്നാണ് തമിഴ് വെട്രി മന്ത്രം എന്ന വിജയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ രൂപം കൊള്ളുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം ഈ വരുന്ന 23-ാം തീയതി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് സമ്മേളനം അതിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ, അതിൻ്റെ രൂപവത്കരണം നടക്കുമ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 23-ാം തീയതി അത് ക്ഷണിക്കപ്പെട്ട ഏക അഖിലേന്ത്യാ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കാനാണ് വിജയ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തം. അദ്ദേഹം ഒരിക്കലും ഫാസിസത്തിൻ്റെ പിടിയിലായിരുന്നില്ല. ഫാസിസത്തിൻ്റെ അല്ലെങ്കിൽ BJP വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന ആളാണ് വിജയ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം രാഹുലിൻ്റെ പാതയിലാണ്, ഇന്ത്യ മുന്നണിയുടെ പാതയിലാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ തമിഴ് വെട്രി മന്ത്രം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജന്മനാ ഒരു കോൺഗ്രസ്സുകാരനായ വിജയ് എന്ന ജനകീയനായ നടൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാവിയിൽ കോൺഗ്രസ് ലയിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവിന് നിദാനമാകുമോ, കാരണമാകുമോ എന്നാണ്. വിജയിക്കും അദ്ദേഹം തുടങ്ങുന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്, പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു തൽക്കാലം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.